ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ യെല്ലോ സന്താരത്തിൻ്റെ വാട്ടർ ചേഞ്ചാണ്. വാട്ടർ ചേഞ്ച് ചെയ്തിട്ട് ഒരുപാട് നാളായി. അതുകൊണ്ട് തന്നെ നല്ലപോലെ അഴുക്ക് താഴെ അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഓവർഫ്ലോ പൈപ്പ് വെച്ച് വെള്ളം വലിച്ച് കളയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വെള്ളം മൊത്തം ഡ്രെയിനായി പോകും. ഒരു കവർ, പ്ലാസ്റ്റിക് കവറിൽ ഇതിനെ പിടിച്ച് മാറ്റാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് സ്കെയിൽസൊക്കെ പോയി ഡാമേജ് വന്ന് വല്ല ഫംഗസൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് അടുത്ത് ഒരു ബോക്സ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അടുത്ത് വെള്ളം നിറച്ചിട്ട് അവൻ അതിനോട്ട് മാറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അതിൻ്റെ റിലാക്സ്ഡ് ആണ്, അധികം ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല. പുള്ളിയുടെ കൂട്ടത്തിൽ നമ്മൾ വേറൊരു പിടി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഇവർ നമ്മൾ ഒരുമിച്ചിട്ടില്ല ഇതുവരെ. പുള്ളി വേറെ ടാങ്കിലാണ്. പുള്ളിക്കാരൻ്റെ വാട്ടർ ചേഞ്ച് നമുക്ക് ചെയ്തേക്കാം. ഇവരൊരുമിച്ച് നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഇടാൻ പോകുന്നത്. ഫൈറ്റ് അടിക്കുമെന്ന് അറിയാൻ പാടില്ല. ഫൈറ്റ് അടിക്കാൻ ചാൻസ് കുറവാണ്, ഒരേ സൈസാണ് രണ്ടുപേരും. പക്ഷേ നമ്മൾ മാറിക്കഴിഞ്ഞ് ഒരു സെറ്റിലായി കഴിയുന്ന സമയമൊക്കെ ആകുമ്പോൾ ഒരു ഫൈറ്റ് അടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ബ്രൗൺ ഷെയ്ഡ് കയറിയിരിക്കുന്നത് പേടിച്ചിട്ടാണ്. അവിടെ നമുക്ക് യെല്ലോ കളർ വരേണ്ടതാണ്. വെള്ളം ഫില്ലാകുന്ന ടൈം വരെ അവരെ നമുക്ക് മൂടിയിടേണ്ടി വരും. കവർ ചെയ്തില്ലെങ്കിൽ ചാടി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. രണ്ടുപേരും പേടി കുറയുന്നതോറും ആയാലും ബ്രൗൺ ഷെയ്ഡ് മാറി യെല്ലോ കയറി വരുന്നുണ്ട് അത്യാവശ്യം. ഇനിയിപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഏതവനാണ് ഈ ടാങ്ക് കിടന്ന് അറിയാൻ പാടില്ല. ടാങ്ക് മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയൊരു പേടി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലപോലെ അത് നോക്കിയിട്ട്, എനിക്ക് എപ്പോഴും സ്ഥിരം നോക്കിക്കൊണ്ട് അറിയാം ഇവരിൽ ആരൊക്കെ ആ ടാങ്ക് കണ്ടെത്തുന്നത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകില്ല. നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്ത് തിരിച്ചു വിട്ടേക്കാം. തിരിച്ചു വിട്ട് ആൾ അത്യാവശ്യം റിലാക്സ്ഡ് ആണ്. നമുക്ക് ഫീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തീറ്റ ഇപ്പോഴാണ് കൊടുക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ കൊടുത്തില്ലായിരുന്നു. കാരണം കൊടുത്ത് കഴിഞ്ഞാൽ ഒമ്പിക്കാൻ ചാൻസ് ഉണ്ട്, വെള്ളം ടെൻഷൻ കയറി കഴിഞ്ഞാൽ. അതുകൊണ്ട് വെള്ളം ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വാങ്ങിയ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫീഡ് ചെയ്യുകയാണ്. പുള്ളിക്കാരൻ അങ്ങനെ പേടിയൊന്നുമില്ല. പുള്ളി ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പേടിയുണ്ടെങ്കിൽ ഫീഡ് എടുക്കത്തില്ല. അതുപോലെ വയറ് നിറച്ചും കൂടി ഫീഡ് ചെയ്തതിന് ശേഷം വേണ്ടെങ്കിൽ അവർ എടുക്കത്തില്ല ഫുഡ്. അപ്പോൾ വെള്ളത്തിൽ ഫുഡ് ബാക്കി കിടക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയ ഫോർമേഷൻ ഉണ്ടാവും. അങ്ങനെ മീനിന് ബുദ്ധിമുട്ടുണ്ടായി മരിക്കാൻ ചാൻസ് കൊടുക്കാം. നമ്മൾ റെട്ടൈലിനും കുറച്ച് ഫീഡ് ചെയ്യാം. നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്തിട്ടില്ല. നമുക്ക് അടുത്ത ഞായറാഴ്ച ക്ലീൻ ചെയ്യാനുള്ള പ്ലാനാണ്. അവർ അധികം വെള്ളം കുഴപ്പമില്ല. റെട്ടൈൽസിൻ്റെ കൂടെ നമുക്ക് ഗപ്പീസിനെ കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർ ലൈവ് എടുക്കാറില്ല. ഗപ്പീസ് തീരെ ചെറുതായതുകൊണ്ടായിരിക്കും നമ്മൾ വേറെ വാങ്ങിയാണ് കൊടുക്കണം മീൻ. റെട്ടൈലും ഹൈബ്രിഡ് ഷോൾനോസ് കിടക്കുന്നത്. റെട്ടൈൽ പറഞ്ഞാൽ പുറത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം അവരുടെ പോയി ഫൈറ്റ് അടിച്ചപ്പോൾ ഞാൻ മാറ്റിയതാണ്. ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടേംഡാണ് കേട്ടോ. ഇവൻ്റെ നോസ് പോർഷനൊക്കെ ഇച്ചിരി ചളിങ്ങിയതുപോലെ ഇരിക്കുന്ന ഒരു പോർഷനാണ് ഉള്ള ഫിഷാണേ. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീഡിയോസിലൊക്കെ പലരുടെ ഇതുപോലെ നോസുള്ളത്. അതുപോലെ ഇത് ഹാൻഡ് ഫീഡൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ ഭയങ്കര ആക്റ്റീവാണ് ഇവൻ. കൊണ്ടുവന്ന സമയത്ത് കുട്ടികൾക്ക് പുള്ളിക്കാരൻ ഭയങ്കര ആക്റ്റീവാണ്. നമ്മുടെ ഒരു റെട്ടേഷ് ജെൻഗവരുടെ കുഞ്ഞിനെ പണ്ട് ഇവരെ കഴിച്ചായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ കിടന്ന് വെച്ചത് അതുകൊണ്ട് നമ്മൾ കഴിക്കത്തില്ലെന്നാണ് കഴിച്ചത്. പക്ഷെ കഴിച്ചു. അതുപോലെ നമുക്കൊരു ആൽബിനോ ക്യാറ്റ് ഫിഷും ഉണ്ട്, റെട്ടൈൽ ക്യാറ്റ് ഫിഷ്. അപ്പോൾ പുള്ളിക്കാരൻ ചെറുതാണ്. ഗപ്പിയുടെ കൂട്ടത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ലൈവും പുള്ളിക്കാരൻ എടുക്കുന്നുണ്ട്. അതുപോലെ ഇതും കഴിച്ചോളും. അപ്പോൾ ഇവരെ കൂടാതെ നമുക്ക് മറ്റൊരു ചില ഫിഷസ് കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും കാണിക്കാൻ പറ്റിയിട്ടില്ല ഈ വീഡിയോയിൽ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഞാൻ തുടർച്ചയായിട്ട് നല്ല വീഡിയോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കുടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ചിൽഡ്രൻ ബൈ ബൈ.